നമസ്കാരം, ഒരിക്കൽ കൂടി സ്വാഗതം ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ISLനെ പറ്റിയും കേരള ബ്ലാസ്റ്റേഴ്സിനെ പറ്റിയുമുള്ള കൂടുതൽ ഫുട്ബോൾ ന്യൂസുകളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. നമുക്കെല്ലാവർക്കും അറിയാം, കേരള ബ്ലാസ്റ്റേഴ്സും പല ISL ടീമുകളും എല്ലാം വിദേശ സൈനിങ്ങും ഇന്ത്യൻ സൈനിങ്ങും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആദ്യം തന്നെ പറയാനുള്ളത്, മോഹൻ ബഗാൻ, ചെന്നൈയിൻ FC എന്നീ ടീമുകൾക്ക് വേണ്ടി നിരവധി മത്സരങ്ങൾ കളിച്ചിട്ടുള്ള താരമാണ് ദീപക് താങ്ക്രി. ദീപക് താങ്ക്രി സെൻറ്റർ ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന 25 വയസ്സ് മാത്രം പ്രായമുള്ള യുവതാരമാണ്. താരം മികച്ച പ്രകടനം കാഴ്ചവെച്ചതുകൊണ്ട് തന്നെയായിരിക്കണം ഈ സീസണിൽ ദീപക് താങ്ക്രിനെ കഴിഞ്ഞ സീസണിൽ പുതിയതായിട്ട് സൈൻ ചെയ്ത ISL ക്ലബ്ബായ പഞ്ചാബ് FCയിലേക്ക് സൈൻ ചെയ്യാൻ പോകുന്നുവെന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. മോഹൻ ബഗാനിലാണ് താരം നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പഞ്ചാബ് FCയിലേക്ക് ദീപക് താങ്ക്രി എന്ന സെൻട്രൽ ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന താരത്തിനെ വിട്ടു നൽകുമോ എന്നാണ് ഇപ്പോൾ ആരാധകരുടെ ചോദ്യം. എന്തായാലും ദീപക് താങ്ക്രി പഞ്ചാബ് FCയിൽ സൈൻ ചെയ്യാൻ പോകുന്നുവെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. അപ്പോൾ ഗൈസ്, അടുത്ത അപ്ഡേറ്റിലേക്ക് കിടക്കും. മുംബൈ സിറ്റി FC, ഒഡീഷ FC, അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് വേണ്ടിയും എല്ലാം ഗോൾ കീപ്പർ സ്ഥാനത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ താരമാണ് അൽബിനോ ഗോമസ്. എന്തായാലും അൽബിനോ ഗോമസ് അതിനുശേഷം ISLൽ കളിച്ചിട്ടില്ലായിരുന്നു. ബ്ലാസ്റ്റേഴ്സ് വിട്ടതിനു ശേഷം താരം അതിനുശേഷം ചർച്ചിൽ ബ്രദേഴ്സ്, അതേപോലെ തന്നെ ശ്രീനിധി ദക്കൻ എന്നീ I-ലീഗ് ക്ലബ്ബുകൾക്ക് വേണ്ടിയായിരുന്നു ഗോൾ കീപ്പർ സ്ഥാനത്ത് നിന്നത്. എന്നാൽ വീണ്ടും അൽബിനോ ഗോമസ് തിരിച്ചു വരുന്നു. അതും ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് തന്നെയാണ് തിരിച്ചു വരുന്നത്. എന്തായാലും അൽബിനോ ഗോമസ് സൈൻ ചെയ്യാൻ പോകുന്ന ടീമും ISLലെ പ്രമുഖ ടീമായ ജംഷഡ്പൂർ FC തന്നെയാണെന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ജംഷഡ്പൂർ FC അൽബിനോ ഗോമസിനെ എത്ര വർഷത്തേക്കാണ് സൈൻ ചെയ്യാൻ പോകുന്നതെന്നാണ് ഇപ്പോൾ നമ്മൾ നോക്കിയിരിക്കേണ്ടത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ശേഷം വീണ്ടും ISL ക്ലബിലേക്ക് തിരിച്ചു വരികയാണ് അൽബിനോ ഗോമസ്. എന്തായാലും മികച്ച രീതിയിൽ കളിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതേപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സൈനിങ് ആയ ലാലൻ മാവിയ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനോടൊപ്പം ജോയിൻ ചെയ്തതായിട്ട് ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുണ്ട്. ലാലൻ മാവിയ കൊച്ചിയിലെത്തിയതിൻ്റെ വീഡിയോസ് എല്ലാം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് പങ്കുവച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ജോഷുവായും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ കൊച്ചിയിലെത്തിയ വിവരവും അറിയിച്ചിട്ടുണ്ട്. വീഡിയോ നിർത്തുന്നു. താങ്ക് യു.